ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോണത് ഒരു തെലുങ്കു സിനിമയുടെ റിവ്യൂ ആണ്. തമിഴ് ഡബ്ബിംഗ് വെച്ചാണ് ഞാൻ കണ്ടത്. അതായത് തമിഴിലെ പേര് പോട് തന്തനാന എന്നാണ്. ഇതിൻ്റെ തെലുങ്കിലെ പേര് ബാല തന്തനാന എന്നാണ് തെലുങ്കിലെ പേര്. ചൈതന്യ ഡണ്ടുലൂരി എന്ന് പറഞ്ഞ ആളാണ് ഈ സിനിമ എടുത്തേക്കുന്ന. അല്ലു അർജുനെ വെച്ച് കൃഷ്ണ എന്നൊരു സിനിമ പണ്ടെടുത്തിട്ടുണ്ട്. ആ ഒരു ഡയറക്ടറാണ് ചൈതന്യ ഡണ്ടുലൂരി. പ്രധാനപ്പെട്ട വേഷങ്ങളായി വരുന്നത് ശ്രീവിഷ്ണു, കാതറിൻ ട്രീസ, നമ്മുടെ KGFലെ ഗരുഡ ഫെയിമായ രാമചന്ദ്ര രാജു, പിന്നെ ഒസാനി കൃഷ്ണമുരളി. ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട വേഷങ്ങളായി എത്തുന്നത്. തികച്ചും കോമഡി സസ്പെൻസ് സിനിമയാണ്, ഗാങ്സ്റ്റർ മൂവിയാണ്, ആക്ഷൻ പാക്ക് സിനിമയാണ്. കോമഡിക്ക് മുൻതൂക്കം നൽകിയാണ് ഈ സിനിമ ആദ്യമേ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. റൊമാൻസിനും കോമഡിക്കും ഈക്വലായിട്ടുള്ള ഒരു രീതിക്കാണ് ഈ സിനിമയുടെ ഒരു തുടക്കവും കാര്യങ്ങളൊക്കെ സംവിധായകൻ ചൈതന്യ ഡണ്ടുലൂരി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോകാൻ നേരത്ത് മൊമെൻറ്റ് ബൈ മൊമെൻറ്റ് ആക്ഷൻ, ട്വിസ്റ്റ് ഇതെല്ലാം ഗംഭീരമായിരുന്നു. ശ്രീവിഷ്ണു എന്ന് പറയുന്ന ഒരു ആക്ടർ രണ്ട് രീതിക്കുള്ള ഒരു മാനറിസങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പെർഫെക്റ്റോടുകൂടി തന്നെ വന്നെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പിന്നെ രാമചന്ദ്ര രാജു എന്ന് പറയുന്ന നമ്മുടെ ഗരുഡ KGFൽ ആ പുള്ളിയുടെ ഒരു പ്രസൻസ്, ആക്ടിങ് എല്ലാം സ്ഥിരം ഒരു ക്ലീഷേ പരിപാടിയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സീക്വൻസുകളൊക്കെ വേറെ ലെവലായിരുന്നു. മാസ്, പക്കാ മാസ്, നായകനെക്കാട്ടി മാസ്സായിരിക്കാനാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമ എൻ്റെ ഒരു ഒപ്പീനിയൻ കണക്കും അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. അതായത് കാതറിൻ ട്രീസ എന്ന് പറയുന്ന ഒരു നായികയുടെ ഒരു ഗ്ലാമറിനെ അപേക്ഷിച്ചാണ് ഈ സിനിമയുടെ ഒരു കാര്യങ്ങളൊക്കെ പോകുന്നത്. എത്ര രീതിക്ക് കാതറിൻ ട്രീസയിൽ ഇതിനകത്ത് ഗ്ലാമറായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റും, അതായത് സൗന്ദര്യം വർദ്ധിപ്പിച്ച് എങ്ങനെ ഒരു അട്രാക്ഷൻ എന്ന രീതിക്ക് സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി സംവിധായകൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പല ആംഗിളിൽ നിന്നും കാതറിൻ ട്രീസയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭംഗി ക്യാമറയെ പിടിക്കുക, ആ രീതിക്കുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഒരു അട്രാക്ഷൻ മൂഡിലാണ് കാതറിൻ ട്രീസേനെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ് കാതറിൻ ട്രീസ ഇതിനകത്ത്. ആ ഒരു കഥയുടെ തുടക്കത്തിൽ പോലും കാതറിൻ ട്രീസയ്ക്ക് നല്ല ഒരു ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്തുണ്ട്. ഗംഭീരമായ ഒരു പ്രകടനം കാണാൻ വേണ്ടി പറ്റി. ശ്രീവിഷ്ണു, കാതറിൻ ട്രീസ അവരുടെ കോംബോയൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ഒരു ത്രില്ലർ സിനിമയായിരിക്കും അല്ലെങ്കിൽ ആക്ഷൻ പാക്ക് സിനിമയായിരിക്കും ഒരിക്കലും ഈ സിനിമ ബിഗിനിങ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയിരുന്നില്ല. അത്രയ്ക്കായിരുന്നു ഈ സിനിമയുടെ ഒരു മേക്കിങ് കാര്യങ്ങളൊക്കെ ആ ലെവലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു പക്ക ഒരു റൊമാൻറ്റിക് കോമഡി മൂടി പൊയ്ക്കുന്ന സിനിമ പിന്നെ ഒരു ആക്ഷൻ സിനിമയാവുന്നു, ഗാങ്സ്റ്റർ ടൈപ്പ് സിനിമയാവുന്നു, ട്വിസ്റ്റ് വരുന്നു, എല്ലാം കൊണ്ടും ഗംഭീരമായിരുന്നു. ഒസാനി കൃഷ്ണമുരളിയുടെ ഒരു നരേഷനും കാര്യങ്ങളൊക്കെ, സ്റ്റോറി പറയുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് സീനായിരുന്നത്. അത് നമ്മളവിടെ മെൻഷൻ ആക്കേണ്ട ഒരു പരിപാടി തന്നെയാണ്. അത് നന്നായിട്ട് അദ്ദേഹം ഈ സ്റ്റോറി പറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്ക് സംബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ അവരുടെ ഈ ട്വിസ്റ്റ് ബൈ ട്വിസ്റ്റായിട്ട് പറഞ്ഞ ചില മൊമെൻറ്റുകളൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ, അതെല്ലാം ഗംഭീരമായിട്ട് തന്നെയാണ് ഒസാനി കൃഷ്ണമുരളിനകത്ത് കാണിച്ചിരിക്കുന്നത്. തമിഴ് വെർഷനിൽ വന്ന ഈ പോട് തന്തനാന എന്നുള്ള പേര് ഈ സിനിമയ്ക്ക് ഒട്ടും സ്യൂട്ടാവുന്നില്ല. തെലുങ്കിലെ പേരായ ബാല തന്തനാന അതും ഒട്ടും സ്യൂട്ടാവുന്നില്ല. നല്ല ഒരു ടൈറ്റിൽ ഈ സിനിമയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. നല്ലൊരു ടൈറ്റിൽ വേണമായിരുന്നു. പിന്നെ ശ്രീവിഷ്ണുവിൻ്റെ ഒരു ഈ ക്യാരക്ടർ, യഥാർത്ഥ ഒരു കഥാപാത്രം വരുന്ന ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഒരു സൈലൻ്റ് പേഴ്സണിൽ നിന്ന് ഒരു ഗാങ്സ്റ്ററിലേക്ക് മാറുന്ന ആ ഒരു കഥയുടെ ഒരു പോക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ക്ലൈമാക്സ് പോർഷൻ എത്താൻ നേരത്ത് ഒരു വില്ലനെ വളരെ നിസ്സാരമായിട്ട് ഏത് രീതിക്ക് തളയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു ട്വിസ്റ്റാണ് ക്ലൈമാക്സിൽ കാണാൻ വേണ്ടി പറ്റിയത്. അതും ഒരു എലമെൻ്റ് തന്നെയാണ് ഈ പടത്തിനകത്ത്. പിന്നെ പൊതുവെ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കാതറിൻ ട്രീസയുടെ ഒരു സൗന്ദര്യത്തിന് ഈ സിനിമയിൽ മുതലാക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം എടുത്ത് മുതലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. നല്ല രീതിക്ക് ആ ഒരു ഗ്ലാമർ എന്ന് വെച്ചാൽ ഒരു ഒപ്പിയെടുക്കണം, ആ ഒരു ശാരീരിക സൗന്ദര്യമൊക്കെ ഈ ഇതിൽ വരണം എന്നുള്ള രീതിക്കുള്ള ഒരു ഗ്ലാമറായിട്ട് കാതറിൻ ട്രീസനെ മാക്സിമം എത്രയൊക്കെ അങ്ങ് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ അത്രയും ആക്കി വെച്ചേക്കണം. പിന്നെ ക്ലൈമാക്സിലടക്കമുള്ള ട്വിസ്റ്റും കാര്യങ്ങളും എല്ലാം ഗംഭീരമായിരുന്നു. ഒരു സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റിയ രീതിക്കുള്ള ഒരു പടം. അതായിരുന്നു. ട്വിസ്റ്റിന് പ്രാധാന്യം ഒരുപാടുണ്ട് ഈ പടത്തിനകത്ത്. കണ്ടു കഴിഞ്ഞാൽ ഒരു കിടിലൻ ത്രില്ലർ ട്വിസ്റ്റ് പടം കാണുന്ന രീതി സെക്കൻഡ് ഹാഫിലും, ഫസ്റ്റ് ഹാഫിൽ ഒരു കോമഡി റൊമാൻറ്റിക് സിനിമ ആണെന്നൊരു ടച്ച് ഫസ്റ്റ് ഹാഫിലും കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സിനിമയാണ് പോട് തന്തനാന എന്ന് പറഞ്ഞ ഈ ഒരു തെലുങ്കു സിനിമയുടെ തമിഴ് ഡബ്ബിംഗ് വെർഷൻ. അപ്പോൾ ഇത്രേ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതായത് ട്വിസ്റ്റുണ്ട് കാര്യങ്ങളൊക്കെ വെച്ച് വന്ന ഒരു കിടിലൻ ഒരു തെലുങ്കു ആക്ഷൻ ഗാങ്സ്റ്റർ പടം എന്ന പല എലമെൻറ്റിൽ കൂടെ പറയാൻ വേണ്ടി പറ്റിയ ഒരു കിടിലൻ സിനിമയായിരുന്നു.
ഒരു രീതിക്ക് നമുക്ക് ലാഗ് അടിക്കത്തില്ല, കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു എൻഗേജ്ഡാണ്, ടൈം പാസ്സാണ്, കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഗംഭീരമായൊരു മേക്കിംഗ് ആയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ട് സിനിമ കൊണ്ടുപോകുന്നതിൽ പങ്കുവഹിച്ച കാതറിൻ ട്രീസയും ശ്രീവിഷ്ണുള്ള ഒരു കോമ്പിനേഷൻ സീനും കാര്യങ്ങളൊക്കെയാണ്. അത് കാണുമ്പോൾ നമുക്കൊരു മൈൻഡ് ഫ്രീ ഒക്കെ ആവുന്ന രീതിക്കുള്ള ഒരു സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ട്വിസ്റ്റ് എല്ലാം ഗംഭീരമായിരുന്നു. പ്രതീക്ഷിക്കാത്ത കഥയുടെ ഒരു മാറ്റം, അതും സൂപ്പറായിട്ട് തന്നെ വന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഇത്ര പറയാൻ വേണ്ടി പറ്റും. ഗംഭീരമായൊരു ട്വിസ്റ്റ് സിനിമ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ എടുത്തു വെച്ച് കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അത്രയ്ക്ക് ഗംഭീരമായൊരു സിനിമയായിരുന്നു. പിന്നെ കാതറിൻ ട്രീസ് ആൾമോസ്റ്റ് ഫുൾ ഗ്ലാമർ ആയിട്ടുള്ള ഒരു സംഭവം കാണാൻ വേണ്ടി പറ്റി. ഇത്രയൊക്കെ എനിക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതാണ് ഈ സിനിമയുടെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇത്രേ പറയാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഈ സിനിമയെ പറ്റി പറയാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിഷയം വരുന്നവരിക്കും ദിസ് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.